വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് നമുക്കൊരു പുതിയൊരു സാധനമായിട്ടാണ് വന്നേക്കുന്നത്. കെട്ടുബോഡിയാണ്. പണ്ടത്തെ അമ്മമാരിടുന്ന കെട്ടുബോഡി. പണ്ടും അമ്മമാരിടും, ഇപ്പോഴും ഇടും. ഇപ്പോഴും നമുക്ക് ഈ പ്രായം കുറഞ്ഞവർക്കും ഇടാൻ പറ്റുന്ന സാധനമാണ്. കാരണം ചൂട് സമയത്ത് നമുക്ക് ഈ ബ്രായുടെ പിന്നെ ബെൽറ്റിനൊക്കെ പ്രോബ്ലം ഉള്ളവരുണ്ട്. അതായത് ഇലാസ്റ്റിക് ഉപയോഗിക്കുന്നത് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇടുമ്പോൾ ഈ നിൽക്കുമ്പോൾ നൈറ്റിയുടെയൊക്കെ അടിയിൽ ഇടാൻ ഈ കെട്ടുബോഡി നല്ലതാണ്. അതായത് നല്ല മല്ലിന്റെ തുണി കൊണ്ട് തയ്ച്ച കെട്ടുബോഡി ആണെങ്കിൽ നമുക്ക് വീട്ടിൽ അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ല ഒരു ടൈപ്പ് മോഡൽ സാധനമാണ്. പുതിയതായിട്ട് നമുക്ക് പ്രായം കുറഞ്ഞവർക്ക് തയ്ച്ചിടാം, പ്രായമായവർക്ക് മാത്രമല്ല. അപ്പൊ ഞാൻ അളവുകൾ പറയുകയാണ്. ഇതിന്റെ അളവ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്നത് ഫ്രണ്ടിന്റെ ബ്രസ്റ്റിന്റെ അടിയിലുള്ള ഭാഗം, അവിടെ വരെയുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് ഫ്രണ്ടില് ബ്രസ്റ്റിന്റെ താഴെ അവിടെ വരെ. നിങ്ങൾ ചുരിദാറിന് ഷേപ്പിനൊക്കെ എടുക്കുന്നത് പോലെ, അല്ലെ ബ്ലൗസിന് എടുക്കുന്ന പോലെ, ബ്ലൗസിന്റെ പാഡ് വരെയുള്ള ലെങ്ത് ഉണ്ടല്ലോ, അതുപോലെ ഉള്ള ലെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ കൊടുത്തേക്കുന്ന ലെങ്ത്. 14 ഇഞ്ചാണ് ലെങ്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടണം. പിന്നെ എടുക്കുന്നത് ബെസ്റ്റ് അളവാണ്, ചെസ്റ്റ് അല്ല. ഇതിന്റെ ബെസ്റ്റ് അളവ്. ബെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റിന് ചുറ്റുമായിട്ട് എടുക്കുന്ന അളവാണ്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ബെസ്റ്റ് അളവ് എന്താണെന്നുള്ളത്. അത് ഞാൻ ഇതിൽ കൊടുക്കുന്നത് 36 ഇഞ്ചാണ്. പിന്നെ ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക്, അതായത് 36 ഇഞ്ചിന് ഞാനിപ്പോൾ ഇടുന്നത് 2 ഇഞ്ച് ലൂസും 2 ഇഞ്ച് തയ്യൽ തുമ്പിനും വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? 2 ഇഞ്ച് ലൂസും 2 ഇഞ്ച് തയ്യൽ തുമ്പും. പക്ഷേ അതായത് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്കാണെങ്കിൽ നമ്മൾ 2 ഇഞ്ച് പോര ലൂസ്, 4 ഇഞ്ച് ലൂസ് എടുക്കണം, 2 ഇഞ്ച് തയ്യൽ തുമ്പും. അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്നത് ഈ തുണി ഞാൻ എടുത്തേക്കുന്നത് ടോട്ടല് പിന്നെ 40 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഈ 40 ഇഞ്ച് എടുക്കാൻ കാരണം നമുക്ക് 36 ലൂസ്, 36 ഇഞ്ചാണ് തുണി വന്നേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വെസ്റ്റ് മെഷർമെന്റ് 36, ലൂസ് വന്നേക്കുന്ന 2 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 2 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിൽ കൂട്ടി വിടണം കെട്ടാൻ വേണ്ടി. അപ്പൊ നമ്മൾ ടോട്ടൽ 42 ഇഞ്ചാണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് നമുക്ക് കെട്ടാനായിട്ട് ഒരു 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ കൂടുതൽ എടുക്കണം. അതിപ്പോ ഞാൻ ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന തുണി 42 ഇഞ്ച് വീതിയിൽ തുണി എടുത്തു. നീളം എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. ഓക്കെ. 15ഉം 42ഉം എടുത്തേക്കുന്ന ഇതിങ്ങനെ എടുത്തിട്ടേക്ക് അതിനെ 2ആയി ഞാൻ മടക്കി. ഓക്കെ. ഇനി മടക്ക് വശത്തുനിന്ന് നമ്മൾ ആ കെട്ടാനായിട്ട് 2 ഇഞ്ച് മടക്കിയത് എടുത്തിട്ടേക്കണത് നമ്മൾ ആ 2 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 ഇഞ്ച് 2 സൈഡിലോട്ടും പോകുമല്ലോ. അപ്പൊ നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സ്കെയിൽ വെച്ച് നിങ്ങൾ ആ 1 ഇഞ്ച് വരച്ചു കൊടുക്കണം. മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും കൂടെ മടക്കിയിട്ടത് കൊണ്ടാണ് ഞാൻ 1 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കണം. ഓക്കെ. എന്നിട്ട് ആ മടക്കിലേക്ക് വീണ്ടും ഇതിനെ മടക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ കഴുത്തകലമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു നെക്ക് ഓപ്പണും ഒരു നെക്ക് ക്ലോസ്ഡും ആണ്. അപ്പൊ ബാക്ക് നെക്ക് ക്ലോസ്ഡ് ആണ്, ഫ്രണ്ട് നെക്ക് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ. കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിന്റെ കഴുത്തകലം നമ്മൾ എടുക്കുന്നത്, അതായത് നെക്ക് വിട്ട് എടുക്കുന്നത്, നമ്മൾ ബെസ്റ്റ് അളവ് മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പൊ ബെസ്റ്റിന്റെ 8/1 നമ്മൾ എടുക്കുന്നത്. അതായത് ബെസ്റ്റ് ഡിവൈഡ് ബൈ 8 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 36 ബെസ്റ്റ് വന്നേക്കുന്നത്. അതിന്റെ 8/1 എന്ന് പറയുമ്പോൾ 32 32ഉം പിന്നെ ഒരു 4 ഇഞ്ചാണ് നമുക്ക് വരുന്നത് കേട്ടോ. അതിന്റെ അളവെന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഓക്കെ. 8/1 നമ്മൾ എടുക്കുമ്പോൾ കഴുത്തിന്റെ അകലം വരുന്നത് 4 ഇഞ്ചാണ്. ഈ 4 ഇഞ്ചിൽ നിന്ന് ഇറക്കം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആവശ്യാനുസരണം. കാരണം ആവശ്യാനുസരണം മീൻസ് നമ്മൾ ബ്ലൗസിനടിയിൽ ഇടുന്ന സാധനമാണ് അമ്മമാരിടുന്നത്. അപ്പോൾ ഇടുമ്പോൾ ഈ ബ്ലൗസിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ആ അളവ് മെഷർ ചെയ്യേണ്ടത് 7 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെ നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ ബാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഫ്രണ്ട് ആണ് പറയുന്നത്. ഫ്രണ്ട് നമ്മൾ നെക്ക് എടുക്കുന്നത്
ഞാനൊരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. 8 7 മുതൽ 8 വരെ നമുക്ക് എടുക്കാം. 8ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട് നമ്മുടെ ഈ ഓപ്പൺ വശത്താണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കാം. ഇനി ബാക്കിന്റെ ലെങ്ത് നമുക്ക് വരുന്നത്, ബാക്ക് നമുക്ക് എടുക്കേണ്ടത് 6 മുതൽ 8 വരെ എടുക്കാം. അതും ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട് നമ്മൾ എടുത്തത് 8 എടുത്തു, ബാക്ക് ഞാൻ 7ആണ് എടുക്കുന്നത്. അപ്പൊ ബാക്കും ഫ്രണ്ടും നമ്മൾ സെപ്പറേറ്റ്. ഈ കഴുത്തകലം കണ്ട് നിങ്ങൾ പേടിക്കരുത്, കാരണം ഇത്രയും കഴുത്തകലം ഉണ്ടെങ്കിലേ നമുക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഫ്രണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ ബെൽറ്റ് വീതി കൊടുക്കണം. ഈ ബെൽറ്റ് വീതി എന്ന് പറയുമ്പോൾ 2 ഇഞ്ചാണ്. 2 ഇഞ്ച്. ഇനി കൈക്കുഴിത്താഴ്ച നമ്മൾ എടുക്കുന്നത്, ഞാൻ എടുക്കുന്നത് 6.5 6.5 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതായത് ചെസ്റ്റിന്റെ 6-1 കണ്ടിട്ട് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുന്നതാണ് കൈക്കുഴിത്താഴ്ച. അതായത് ഈ വണ്ണം ഉള്ളവർക്കും ആർക്കായാലും ഇതിന്റെ ആം ഹോള് നല്ല ടൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കറക്റ്റ് മെഷർ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ വരച്ച് ഇട്ടേക്കണത്. അളവുകള് ഞാൻ നോട്ടിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ കഴുത്തകലം എടുക്കുന്നത് ബെസ്റ്റിന്റെ 8-1, ബെൽറ്റ് വീതി എടുത്തേക്കുന്നത് 2 ഇഞ്ചാണ്. കൈക്കുഴി താഴ്ച എടുത്തേക്കുന്നത് നമ്മൾ ചെസ്റ്റിന്റെ 6-1. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. താഴത്തെ ഇനിയും മെഷർമെന്റ് പറഞ്ഞുതരാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കട്ട് ചെയ്തതിന് ശേഷമേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഫ്രണ്ടാണ് ഇത്തിരി കൂടെ കൂട്ടിയെടുത്തത്. 8 ഇഞ്ച് എടുത്തത് ഫ്രണ്ടാണ്. ഫ്രണ്ട് ഇത്തിരി കൂടെ കുഴിച്ചു കൊടുക്കുക. ഇത് നിവർത്തി കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഇത് കണ്ടോ, ഇതാണ് സാധനം. അപ്പൊ ഇതിനെ നമുക്ക് ഇനിയും ഷേപ്പ് ചെയ്യാനുണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തന്നിട്ട് നിവർത്തി കാണിക്കാം. അപ്പൊ ഇതിന്റെ ഈ ബാക്കിന് ഇത്ര ലെങ്ത് വരില്ല, നമ്മൾ ബാക്കിൽ നിന്ന് ഷേപ്പ് ചെയ്ത് വരും. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ചാണ് കുട്ടിയേക്കുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ടതുപോലെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ്. ഇവിടെ ഞാൻ ഒരു 2.5 ഇഞ്ച് ഷേപ്പ് അങ്ങ് കുറയ്ക്കുക. 2.5 ഇഞ്ച് ഷേപ്പ് ചെയ്യാണ് കേട്ടോ. ഷേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ. ഇങ്ങനെ ഷേപ്പ് ചെയ്താണ് ഇതെടുക്കുന്നത്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ ബാക്കിൽ നിന്നാണ് ഷേപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ. പിന്നെ വേറെ ഒരു അളവെന്ന് വെച്ചാൽ നമ്മളിവിടെ കറക്റ്റ് മെഷർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അധികം ഉള്ളതും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ഇഞ്ച് അധികമാണ്. അപ്പൊ ആ അധികം നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കെട്ടാൻ വേണ്ടി ഇട്ടേക്കുന്ന പീസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കഴുത്തിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ഷേപ്പാണ് ഇതിൽ വരേണ്ടത്. ഓക്കെ. കണ്ടോ, ഇതാണ് നമ്മുടെ കെട്ട് ബോഡി. ഇത് നമുക്ക് ആർക്ക് വേണേലും ഇടാട്ട. ഇപ്പൊ ചൂടൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായി ഈ അളവ്, ഈ കറക്റ്റ് അളവ് പഠിച്ചു വെക്കുക. കാരണം ഞാൻ അത് കറക്റ്റായിട്ടാണ് എല്ലാം പറഞ്ഞേക്കുന്നത്. എങ്ങനെ ബെസ്റ്റ് എടുക്കണം, ചെസ്റ്റ് എടുക്കണം, എങ്ങനെ കൈക്കുഴി എടുക്കണം, എങ്ങനെ കഴുത്തകലം എടുക്കണം എന്നെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്യണം. കണ്ടോ, ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഇവിടെ ഒരു കെട്ടും വരും. അപ്പൊ ഇനി ഞാൻ ഇത് തയ്ക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് തയ്ച്ച് കാണിക്കാം. അപ്പോൾ
എല്ലാവർക്കും ബൈ. ഇതിന് കയ്യിലുമായിട്ട് വരാം കേട്ടോ. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ, വീണ്ടും കാണാം.